ഇതൊക്കെ എന്ത് കാര്യത്തിനാണെന്ന് ചോദിച്ചാൽ ഒരു കാര്യമില്ലെന്ന് നമുക്കും അറിയാം, അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. കേരള ബ്ലാസ്റ്റേഴ്സും കോച്ചായ ഇവാൻ വുക്കോമാനോവിച്ചും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അച്ചടക്ക സമിതി വിധിച്ച വിധിക്കെതിരെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ തന്നെ അപ്പീൽ കമ്മിറ്റിക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ആ അപ്പീല് യാതൊരു മാറ്റവും ഇല്ലാതെ അവർ തള്ളിക്കളഞ്ഞിരുന്നു. ഇത് തള്ളിക്കളയും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പേരിനൊരു അപ്പീൽ കൊടുത്തു നോക്കി എന്നല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം ഇവന്മാരൊക്കെ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. സോ ഈ ഒരു വിധി അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും. ബംഗളൂരു എഫ് സിക്കെതിരെയുള്ള വിവാദപരമായിട്ടുള്ള മത്സരം ഇടയ്ക്ക് വെച്ച് നിർത്തി വാക്കൌട്ട് പ്രൊട്ടസ്റ്റ് നടത്തിയതിന്റെ പേരിൽ ഇവാൻ വുക്കോമാനോവിച്ചിന് 10 കളി സസ്പെൻഷൻ, കേരളത്തിന് 4 കോടി, കേരള ബ്ലാസ്റ്റേഴ്സിന് 4 കോടി പിഴ, അതുപോലെ ഇവാൻ വുക്കോമാനോവിച്ചിനും പിഴ. ഇതിനെതിരെയായിരുന്നു ബ്ലാസ്റ്റേഴ്സും ഇവാനും അപ്പീൽ കൊടുത്തത്. പക്ഷെ അപ്പീൽ കമ്മിറ്റി ആ ഒരു അപ്പീൽ നിഷ്കരണം തള്ളിക്കളഞ്ഞു. ഇവാൻ വുക്കോമാനോവിച്ചിനെതിരെയുള്ള ശിക്ഷാ നടപടികളും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള ഫൈനും അതുപോലെ തന്നെ നിലനിൽക്കും. ഇവാൻ വുക്കോമാനോവിച്ച് 5 ലക്ഷം രൂപ പിഴ അടയ്ക്കും. അതുകൂടാതെ 10 മത്സരങ്ങളിലേക്ക് ആളിന് സസ്പെൻഷൻ ഉണ്ട്. അത് അപ്പീൽ കമ്മിറ്റി അത് പഴയ വിധി അതുപോലെ തന്നെ ശരിവെച്ചു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലും 4 കോടി പിഴ അടയ്ക്കണം എന്ന് പറഞ്ഞു. ഒരു സംഭവം വരാൻ പോകുന്ന 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ പിഴത്തുകകൾ അടച്ചേ തീരൂ എന്നവർ അന്ത്യശാസനം പോലെ പറയുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റൽ ജോർണൻ വിസിലൂതിയത് അവർ കണ്ടില്ല. ക്രിസ്റ്റൽ ജോർണൻ സ്പ്രേ കൊണ്ട് മാർക്ക് ചെയ്തത് അവർ കണ്ടില്ല. ഛേത്രി എണ്ണം മുന്നിലേക്ക് മാറി നിൽക്കാൻ പറഞ്ഞില്ല. ക്ലിയർ വയലേഷൻ ഓഫ് ഓൾ സോക്കർ റൂൾസ്. അതായത് നമ്മുടെ കാൽപന്ത് നിയമത്തിലെ എല്ലാ സാധനങ്ങളും തെറ്റിക്കുന്ന വിവരം കെട്ട പരിപാടി ക്രിസ്റ്റൽ ജോർണൻ കാണിച്ചത് നമ്മുടെ ഇവിടുത്തെ ട്രെവർ കട്ടിൽ ഉൾപ്പെടെയുള്ള അണ്ണന്മാര് കണ്ടില്ല എന്ന് പറയുന്നത് വളരെ വളരെ പരിതാപകരം തന്നെയാണ്. വി ആർ ലിവിങ് ഇൻ എ FUCK ING ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ അത്ലറ്റിക് സിസ്റ്റം. ബൈ.